പവിത്ര, ഒന്ന് ചോദിച്ചോട്ടെ, നീ ആരോടെങ്കിലും വല്ല കരാറിലും ഒപ്പിട്ടിട്ടുണ്ടോ? ഇനി മുതൽ പുരുഷന്മാരെ സ്നേഹിക്കില്ല എന്ന്, അവരുടെ മുഖത്തേക്ക് പോലും നോക്കില്ല എന്ന് ഒരു ചിരിയോടെ ആശിഷ് ചോദിച്ചു. പവിത്രയോട് ഒളിച്ചു വച്ചിരുന്ന പ്രണയത്തിന്റെ ചെറിയൊരു ലാഞ്ചന ആ ചിരിയിൽ ലയിച്ചിരുന്നു. എന്താ ആശിഷ്, വിളിയിലൊരു മാറ്റം? പവിത്ര, നീ എന്നൊക്കെ, മേഡം എന്നുള്ള വിളിയൊക്കെ നിർത്തിയോ? പ്ലീസ് കോൾ മീ മാഡം, ഓക്കെ? പവിത്ര കനത്ത മുഖത്തോടെ പറഞ്ഞു. ആശിഷിന്റെ ചിരി പെട്ടെന്ന് അപ്രത്യക്ഷമായി. അവൾ ആശിഷിന്റെ അടുത്തേക്ക് വന്നു. അയാളുടെ അയഞ്ഞു കിടന്ന ടൈ അവൾ മുറുക്കി കൊടുത്തു നേരെ ഇട്ടു. നോക്കൂ ആശിഷ്, പപ്പയുടെ അടുപ്പക്കാരനാണ്, കമ്പനിയിൽ സീനിയറാണ് എന്നുള്ള പരിഗണനയൊന്നും പവിത്ര മാഡം തരില്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. പവിത്ര അയാളുടെ കണ്ണുകളിൽ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആശിഷ് വീണ്ടും ചിരിക്കാൻ ശ്രമിച്ചു. അപമാനഭാരം തോന്നിയ അയാളുടെ തല താഴേക്ക് തൂങ്ങി. പവിത്ര ഫയൽ മാറോടണച്ച് ലാപ്ടോപ്പ് കയ്യിൽ തൂക്കി പോകാൻ തുടങ്ങി. ആശിഷ്, ഞാൻ ഇറങ്ങുന്നു, നിങ്ങൾ വരുന്നോ? ഞാനും വരുന്നു മാഡം. വണ്ടി നന്നാക്കാൻ കൊടുത്തിട്ട് കിട്ടിയില്ല. നോക്ക് ആശിഷ്, ഇന്ന് പപ്പയുടെ ബർത്ത്ഡേ ആണ്. പവിത്ര ഒന്ന് പുറകിലേക്ക് നോക്കി പറഞ്ഞു. അവൾ കാറിന്റെ വേഗം ചെറുതായി കുറച്ചു. ഓ, സത്യദാസ് സാറിന് എൻ്റെ ആശംസകൾ അറിയിക്കൂ. ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിക്കാം. ആശിഷ് ഒന്ന് പുഞ്ചിരിച്ചു. ആശംസകൾ അറിയിച്ചേക്കാം, പക്ഷേ ദീർഘായുസിനു വേണ്ടിയുള്ള പ്രാർത്ഥന അത് വേണ്ട ആശിഷ്. പവിത്രയുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവം വിരിയുന്നത് ആശിഷ് മുന്നിലെ കണ്ണാടിയിലൂടെ കണ്ടു. ശരിയാണ് മേഡം, 1 വർഷം ആയല്ലോ അല്ലേ സാറ് ഒരേ കിടപ്പ് തുടങ്ങിയിട്ട്? കഴിഞ്ഞ വർഷം ഇതേ ദിവസമല്ലേ? ആശിഷിന്റെ മുഖത്ത് അല്പം സങ്കടം വിരിഞ്ഞു. പവിത്ര മെല്ലെ ചിരിച്ചു. കാറിന്റെ വേഗത അല്പം കുറച്ചു. മേഡം, സാറിൻ്റെ അവസ്ഥയിൽ മേഡത്തിൻ്റെ വിഷമവും സങ്കടമൊക്കെ എനിക്ക് മനസ്സിലാകും. അല്ല, ഞങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ അതിൻ്റെ പേരിൽ മേഡത്തിന് വന്ന ഈ മാറ്റത്തിൻ്റെ രഹസ്യമാണ് പിടികിട്ടാത്തത്. പ്രത്യേകിച്ച് ഞങ്ങൾ പുരുഷ ജോലിക്കാരോട് മാത്രം ഇങ്ങനെ ഈ പരുക്കൻ പെരുമാറ്റം. നേരെ മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ല. എല്ലാവരും പോട്ടെ, ഈ എന്നോട് പോലും. ആശിഷ് ഒന്ന് മുന്നിലേക്ക് ആഞ്ഞുകൊണ്ട് ചോദിച്ചു. പവിത്രയുടെ മുഖം വല്ലാതെ മാറി. ആകെ ചുവന്നു തുടുത്തു. അവൾ ബ്രേക്കിൽ അമർത്തി ചവിട്ടി. ടയർ നിലത്തുരയുന്ന ശബ്ദം കാർ ഇരമ്പി നിന്നു. ആശിഷ് മുന്നിലേക്ക് വീഴാൻ പോയി. അവൾ അയാളെ രൂക്ഷമായി നോക്കി. പിന്നെ പതുക്കെ ചിരിച്ചു. ആശിഷ്, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, പ്ലീസ്. അവൾ വീണ്ടും കാർ മുന്നോട്ടെടുത്തു. സൂക്ഷിച്ചിരിക്ക് ആശിഷ്, അല്ലെങ്കിൽ ഇനിയും വീഴും. അവൾ അല്പം ശബ്ദം ഉയർത്തി ചിരിച്ചു. 1 വർഷമായിട്ട് പവിത്ര ഇങ്ങനെയാണ്. ഇടയ്ക്കിടെ മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ച് അതിസുന്ദരിയായി പപ്പയുടെ കൂടെ ഓഫീസിൽ വന്നിരുന്ന അവൾ പപ്പ തളർന്നു കിടന്നതിനു ശേഷം ആകെ മാറി. മുറുകിയ മുഖത്തോടെ മാത്രമേ അവളെ പിന്നെ കണ്ടിട്ടുള്ളൂ. ഇളം നിറത്തിലുള്ള അയഞ്ഞ കോട്ടൺ ചുരിദാറുകൾ മാത്രമേ അവൾ പിന്നീട് ധരിച്ചുള്ളൂ. സൗന്ദര്യം ഒളിപ്പിച്ചു വെച്ച മുഖവും തികച്ചും അലസമായ ശരീരഭാഷയും. ആരോടും ഒട്ടും മമതയില്ലാതെ പെരുമാറാൻ അവൾ പരമാവധി ശ്രദ്ധിച്ചു. ഗുഡ് ഈവനിങ് മമ്മ. പപ്പയെ കുളിപ്പിച്ചോ? അവൾ കയ്യിലുള്ള പൊതിയും ഫയലും ലാപ്ടോപ്പും ടേബിളിൽ വെച്ചുകൊണ്ട് ചോദിച്ചു. അമ്മ അവളെ ദേഷ്യത്തോടെ നോക്കി. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റണ്ടേ? നീ വന്നിട്ട് കുളിപ്പിക്കാമെന്ന് കരുതി. എന്താ മമ്മ ഇത്? എല്ലാം ഞാൻ കാണിച്ചു തന്നതല്ലേ. ലക്ഷങ്ങൾ വില വരുന്ന വീൽ ചെയറും വാങ്ങി തന്നതല്ലേ. ഹോ, നീ ലക്ഷങ്ങൾ മുടക്കിയ കാര്യമൊന്നും പറയണ്ട. പപ്പയെ മനഃപൂർവ്വം വീഴ്ത്തി കിടത്തിയിട്ട് നീ ഇപ്പോൾ വലിയ MD ചമഞ്ഞ് നടക്കുകയാണല്ലോ അല്ലേ? നിനക്കൊന്നും അറിയണ്ടല്ലോ. നിന്റെ പപ്പയ്ക്കും ഒന്നും അറിയണ്ട. മലർന്നിങ്ങനെ കിടന്നാൽ മതിയല്ലോ, ഒനങ്ങാതെ. മമ്മ ദേഷ്യപ്പെട്ടു. ടേബിളിൽ ഉറക്കെ തല്ലി. എന്താ മമ്മ ഇത്? എല്ലാം മമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. എന്നിട്ടും എന്നോട് എന്താ ഇങ്ങനെ? പവിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സങ്കടം വന്നിട്ടാ മോളെ, സഹിക്കാഞ്ഞിട്ടാ. എത്രയാണെന്ന് വെച്ചിട്ടാ ഒരു മനുഷ്യ സ്ത്രീ വലിയൊരു രഹസ്യവും പേറി ഇങ്ങനെ ജീവിക്കുന്നത്? മലവും മൂത്രവും കോരി ഞാൻ മടുത്തു. ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോകാനാ നിന്റെ പപ്പ പറയുന്നത്. നിന്നെ കരുതിയിട്ടാ, അല്ലെങ്കിൽ ഞാൻ. മമ്മി തേങ്ങി. പവിത്ര പപ്പയുടെ മുറിയിലേക്ക് പോയി. അവളെ കണ്ട പപ്പ ഉടൻ മുഖം കനപ്പിച്ചു. അല്പനേരം തുറുപ്പിച്ചു നോക്കിക്കൊണ്ട് മുഖം മറുവശത്തേക്ക് തിരിച്ചു. ഹായ് പപ്പ, കുളിച്ചില്ലേ? മമ്മ കുളിപ്പിച്ച് കാണും എന്നല്ലേ ഞാൻ കരുതിയത്. പവിത്ര ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ അയാളെ പിടിക്കാൻ നോക്കി. എന്നെ ആരും തൊടണ്ട. അതെന്താ പപ്പ? ഞാൻ പപ്പയുടെ പുന്നാര മോളല്ലേ. ഒരേ ഒരു പൊന്നുമോള്. പവിത്ര അയാളുടെ താടിയിൽ പിടിച്ചു കുലുക്കി. ഒരു മോള്, സ്വന്തം അച്ഛനെ അനങ്ങാൻ പറ്റാത്ത കോലത്തിലാക്കിയ ഒരു മോള്. പപ്പ പല്ല് കടിച്ചമർത്തി പിറുപിറുത്തു. പപ്പ, മമ്മ കേൾക്കും. പാവല്ലേ നമ്മുടെ മമ്മ. അതിനിപ്പോഴും ഒന്നും അറിയില്ലെന്നേ. പവിത്ര ചിണുങ്ങിക്കൊണ്ട് ചിരിച്ചു. തീരെ ദുർബലമായ അയാളുടെ മാംസം ചോർന്നു പോയ ശരീരം അയാൾ ചെറുതാക്കി ഇളക്കി. അയാൾ വീണ്ടും മുഖം തിരിച്ചു. എന്താ പപ്പ ഇന്നിങ്ങനെ? അവൾ ചോദിച്ചു. ഹോ, ഒരു മമ്മ. മലവും മൂത്രവും കോരി അവൾക്കും എന്നെ മടുത്തടി. എന്നെ ഒന്നിനും കൊള്ളില്ലല്ലോ ഇനി.
അവളിപ്പോഴും ചെറുപ്പോ. വല്ലവൻ്റെയും കൂടെ ഇറങ്ങിപ്പോകാൻ ഞാൻ പറഞ്ഞതാ. അപ്പോ അവൾക്ക് മോളോട് സഹതാപം. അപ്പോൾ അതാണ് കാര്യം. രണ്ടുപേരും കൂടി ഇന്നും വഴക്കിട്ടുമല്ലേ? മമ്മ ആരുടെ കൂടെ പോവാനാ പപ്പ? നമ്മൾ രണ്ടാളും അല്ലേ? മമ്മയുടെ ലോകം പാവമാണ്. ഇപ്പോഴും ഒന്നും അറിയാതെ ഇങ്ങനെ. പവിത്ര പറഞ്ഞു. അവളുടെ മുഖം ഒന്നിരുണ്ടു. പപ്പ അവൾക്ക് മുഖം കൊടുക്കാതെ മുകളിലേക്ക് നോക്കി. കണ്ണിലൽപ്പം കണ്ണുനീർ പൊടിഞ്ഞു. അവർക്കിടയിൽ അല്പനേരം മൗനം മുന്നിട്ട് നിന്നു. പപ്പ, നമുക്ക് കുളിക്കാം. ഇന്നത്തെ ദിവസം ഓർമ്മയില്ലേ? ഇന്ന് പപ്പയുടെ ബർത്ത്ഡേയാ. പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, പവിത്ര മെല്ലെ പറഞ്ഞു. പപ്പയുടെ മുഖം വാടി. അവളുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. ആ ദിവസം ഓർക്കാൻ എനിക്ക് ബർത്ത്ഡേ ഒന്നും വേണ്ടല്ലോ. അല്ലാതെ തന്നെ ഇന്നത്തെ ദിവസം മറക്കാൻ പറ്റൂ എനിക്ക്, അയാൾ പറഞ്ഞു. മുഖം വല്ലാതെ മാറി. പവിത്ര ചിരിച്ചു. എല്ലാം കഴിഞ്ഞില്ലേ പപ്പ? ഇനി അതൊക്കെ ഓർത്തിട്ട് എന്തിനാ വെറുതെ? എനിക്ക് പപ്പ, നമുക്ക് കുളിക്കാം. പവിത്ര പപ്പയെ കുളിപ്പിച്ചു. വെളുത്ത മുണ്ടും ജുബയും ധരിപ്പിച്ചു. വീൽ ചെയറിലിരുത്തി ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുവന്നു. മേശക്കരികിലിരുത്തി. പപ്പയുടെ കൈ പിടിച്ച് കേക്ക് മുറിച്ചു. ഒരു കഷ്ണം പപ്പയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ പപ്പ. പവിത്ര കൈയടിച്ചു പാടി. അവൾ ഉറക്കെ ചിരിച്ചു. ആ ചിരി അവളിൽ മാത്രം ഒതുങ്ങി. ചുവരും ചാരി നിന്ന് അലസമായി അത് നോക്കി നിന്ന മമ്മ തീരെ താല്പര്യമില്ലാതെ എന്തൊക്കെയോ പിറുപിറുത്തു. വായിൽ നിറഞ്ഞ കേക്കിൻ്റെ കഷ്ണം അയാൾ കുറച്ചിറക്കി ബാക്കി വന്നത് തുപ്പിക്കളഞ്ഞു. പവിത്ര അപ്പോഴും ചിരിച്ചു. അവൾ പപ്പയെ തിരിച്ചു മുറിയിൽ കൊണ്ടുപോയി കിടത്തി. അവളും കൂടെ കിടന്നു. അവൾ അയാളെ ഇറുക്കി കെട്ടിപ്പുണർന്നു. അയാൾ ചെരിഞ്ഞു കിടന്നു. പപ്പ, ഹോയ് പപ്പേ, അവൾ പതുക്കെ വിളിച്ചു. അയാൾ മൂളി. ആ സ്വരത്തിലെ പതർച്ച അവൾ മനസ്സിലാക്കി. പപ്പ കരയുകയാണോ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അയാൾ ഒന്നും മിണ്ടിയില്ല. പകരം വളരെ മൃദുവായ ഒരു തേങ്ങൽ കേട്ടു. ഐ ലവ് യു പപ്പ. എനിക്ക് പപ്പയെ എന്തിഷ്ടമാണെന്നോ? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മറുപടിയായി അയാൾ ഒന്നുകൂടി തേങ്ങി. ഇന്നേക്ക് 1 വർഷമായി അല്ലേ പപ്പ? പവിത്രയുടെ തൊണ്ട ഇടറി. അവൾ മലർന്നു കിടന്നു. കണ്ണുകൾ സജലമായി. പപ്പയുടെ നിർത്തിയുള്ള തേങ്ങലുകൾക്കിടയിൽ ഓർമ്മകൾ പിറകിലേക്ക് പാഞ്ഞു. എൻ്റെ തെറ്റാണ്, ഞാൻ മഹാപാപിയാണ്. അയാൾ അവൾ കേൾക്കാതെ പിറുപെറുത്തുകൊണ്ടിരുന്നു. അന്നത്തെ രാത്രി തൻ്റെ ശരീരത്തിലൂടെ ഇഴഞ്ഞ കൈകൾ തുടകളുടെ സംഗമഭാഗത്തെത്തും വരെ പവിത്ര അറിഞ്ഞില്ല. അസ്വസ്ഥമായ ഇക്കിളിയിൽ പേടിച്ചു വിറച്ച് ഞെട്ടി എഴുന്നേറ്റ പവിത്ര മേശയ്ക്ക് മുകളിലിരുന്ന ചെടിച്ചട്ടിയെടുത്ത് ഇരുളിൽ ആഞ്ഞു വീശി. വായിൽ നിന്നും വന്ന ഒരു നേർത്ത കരച്ചിലൂടെ ഒരാൾ താഴെ വീഴുന്ന ശബ്ദം അവൾ കേട്ടു. അയാൾ വീണ്ടും എഴുന്നേൽക്കുമെന്ന് അവൾക്ക് തോന്നിയതുകൊണ്ട് ആ ചെടിച്ചട്ടി കൊണ്ട് അവൾ അയാൾ വീണ ഭാഗം ലക്ഷ്യമാക്കി അടിച്ചുകൊണ്ടിരുന്നു. ഭയം വിട്ടുമാറി ബോധമനസ്സ് ഉണരും വരെ എന്താണ് സംഭവിച്ചതെന്നോ താൻ എന്താണ് ചെയ്തതെന്നോ അവൾക്ക് മനസ്സിലായില്ല. അയാൾക്ക് അനക്കമില്ല എന്ന് മനസ്സിലാക്കിയ അവൾ എഴുന്നേറ്റ് പോയി ലൈറ്റിൻ്റെ സ്വിച്ചിട്ടു. അവൾ ഞെട്ടിവിറച്ചു. മരിച്ചോ? നിലത്ത് ചോരയിൽ കുളിച്ചുകൊണ്ട് ഒരു പുരുഷരൂപം കവിൾ നിലത്ത് പതിച്ച് കമിഴ്ന്നു കിടക്കുന്നു. തലയിൽ നിന്ന് ചോര ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മുതുകിൻ്റെ താഴ്ഭാഗം വരെ ചോര കല്ലിച്ചു വീർത്തിരിക്കുന്നു. അവൾ സൂക്ഷിച്ചു നോക്കി. നല്ല പരിചയമുള്ള മുഖം. ഒന്നുകൂടി അടുത്തു വന്ന് നോക്കിയ അവളുടെ കണ്ണുകൾ തുറിച്ചു വന്നു. എൻ്റെ പപ്പയല്ലേ ഇത്? എൻ്റെ പപ്പ എന്നോട്? അവളുടെ നെഞ്ചു പിടച്ച് മറിഞ്ഞു. ശ്വാസഗതി അതിവേഗത്തിലായി. കണ്ണിൽ ഇരുട്ട് കയറി തുടങ്ങും മുമ്പ് അവൾ ഓടിപ്പോയി ലൈറ്റ് ഓഫ് ചെയ്തു. വിറച്ചുകൊണ്ട് അവൾ കട്ടിലിൽ കമിഴ്ന്നു കിടന്ന് തലയിണയിൽ മുഖം പൂഴ്ത്തി പൊട്ടിക്കരഞ്ഞു. എൻ്റെ പപ്പ എന്തിനെന്നോടിങ്ങനെ? ഞാൻ പപ്പയുടെ മോളല്ലേ? എന്നിട്ടും ഇങ്ങനെ ഒരാളായിരുന്നു എൻ്റെ പപ്പ. എത്ര നേരം കരഞ്ഞു എന്ന് അവൾക്കറിയില്ല. പതുക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അവൾ എഴുന്നേറ്റ് കണ്ണു തുടച്ചു. എൻ്റെ പപ്പ എന്നോട് തെറ്റ് ചെയ്തു. അതിന് ഞാൻ ശിക്ഷിച്ചു. പപ്പയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ, ഇരുട്ടത്തല്ലേ? അല്ല, ഇനി പപ്പയാണെന്ന് അറിഞ്ഞുകൊണ്ടാണെങ്കിലോ? പപ്പയുടെ ആഗ്രഹത്തിന് ഞാൻ വഴങ്ങിക്കൊടുക്കണമായിരുന്നോ? അറിയില്ല, ഒന്നും അറിയില്ല എനിക്ക്. ഞാൻ തെറ്റ് ചെയ്തില്ല. ഇരുട്ടായതുകൊണ്ട് എൻ്റെ പൊന്നു പപ്പയുടെ മുഖം എനിക്ക് കാണാതെ കഴിഞ്ഞല്ലോ. നന്നായി, ഇരുട്ടായത് നന്നായി. അവളിരുന്ന് പിറുപിറുത്തു. പപ്പ മരിച്ചോ? ഞാൻ കൊന്നോ? അവൾ ഞെട്ടി എഴുന്നേറ്റു. വീണ്ടും ലൈറ്റിട്ടു. പതുക്കെ നടന്ന് ചെന്ന് കവിളിൽ തട്ടി വിളിച്ചു. അയാൾ ചെറുതായി കൺപോളകൾ പ്രയാസപ്പെട്ട് തുറന്നു. ഒന്ന് ഞരങ്ങി. വീണ്ടും കണ്ണടച്ചു. ജീവനുണ്ട്. അവൾ ഉള്ളിൽ ഒന്ന് ആശ്വസിച്ചു. മമ്മിയോട് പറയണ്ട. എന്ത് കാരണം പറയും? എന്നെ നശിപ്പിക്കാൻ പപ്പ വന്നു എന്ന് മമ്മി അറിഞ്ഞാൽ പിന്നെ പപ്പയെ വെറുക്കും. മമ്മി ഇറങ്ങിപ്പോകും. എല്ലാവരും എല്ലാം അറിയും. പപ്പയെ ജനങ്ങൾ കാർക്കിച്ചു തുപ്പും. വേണ്ട, അത് വേണ്ട. എനിക്കെൻ്റെ പപ്പയെ വേണം. പവിത്ര അയാളെ വലിച്ചിഴച്ച് അടുക്കളയിലേക്ക് കൊണ്ടുപോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു.
വലിച്ചിഴച്ച വഴികളിൽ ചോര പതിഞ്ഞു കിടന്നു. അവളുടെ താഴെ വീഴുന്ന കണ്ണീരും അതിൽ കുതിർന്നുകൊണ്ടിരുന്നു. അവൾ അയാളെ ഫ്രിഡ്ജിന്റെ അടുത്ത് മലർത്തി കിടത്തി. വലിച്ചിഴച്ച് കൊണ്ടുവന്ന ഇടത്തെ ചോര തുടച്ച് വൃത്തിയാക്കി മേശ അയാളുടെ അടുത്തേക്ക് വലിച്ചിട്ടു. അല്പം വെളിച്ചെണ്ണ നിലത്ത് തൂവി. ഫ്രിഡ്ജിൽ നിന്നും ഒരു വാട്ടർ ബോട്ടിലെടുത്ത് അടപ്പ് തുറന്ന് താഴേക്കിട്ടു. പിന്നെ ലൈറ്റിട്ടു. അടുക്കള വാതിലിൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. മമ്മ ഓടിവായോ, ദേ പപ്പ, അവൾ കരഞ്ഞ് നിലവിളിച്ചു. ശബ്ദം കേട്ട് മമ്മ ഞെട്ടി എഴുന്നേറ്റു. ലൈറ്റിട്ടു. അടുത്ത് കിടന്ന പപ്പയെ കാണാനില്ല. അവർ അടുക്കളയിലേക്ക് ഓടി. എന്താ എന്താ മോളെ, അവർ വിറച്ചുകൊണ്ട് ചോദിച്ചു. ദേ പപ്പ, പപ്പ വീണ് കിടക്കുന്നു. പവിത്രയ്ക്ക് ഭയം അഭിനയിക്കേണ്ടി വന്നില്ല. മമ്മ ഒന്ന് ഞെട്ടി. ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. അവർ പതുക്കെ അയാളുടെ അടുത്തേക്ക് ചെന്ന് കവിളിൽ തട്ടി വിളിച്ചു. അയാൾ അനങ്ങിയില്ല. അവർ പിറകിലേക്ക് വേച്ചു വീണു. നിലത്തിരുന്നു. പവിത്ര പതുക്കെ മമ്മയുടെ അടുത്ത് വന്നിരുന്നു. മമ്മ, പപ്പ പോയോ, അവൾ പതുക്കെ ചോദിച്ചു. അറിയില്ല, എനിക്കൊന്നും അറിയില്ല. മമ്മ നിയന്ത്രണം വിട്ട് അലറിക്കരഞ്ഞു. എൻ്റെ തെറ്റാണ് മമ്മ, എൻ്റെ അശ്രദ്ധയാണ് മമ്മ. നിലത്ത് വീണ എണ്ണ ഞാൻ തുടച്ച് വൃത്തിയാക്കാൻ മറന്നതാ മമ്മ. അതിൽ ചവിട്ടി വഴുക്കി വീണതാ പപ്പ, പവിത്ര ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു. മമ്മ നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി. പിന്നെ വീണ്ടും ആർത്ത് കരഞ്ഞു. പോടി എൻ്റെ മുമ്പീന്ന്. പപ്പ ചെറുതായി ഇന്ന് മുരണ്ടു. ഒപ്പം കൈകൾ അനക്കി. പവിത്രയുടെ കണ്ണുകൾ വിടർന്നു. മമ്മ, പപ്പ കരയുന്നു, ജീവനുണ്ട്, ദാ അനങ്ങുന്നു. അവൾ വേഗത്തിൽ എഴുന്നേറ്റ് ചെന്ന് പപ്പയുടെ കവിളിൽ തട്ടി വിളിച്ചു. പപ്പ, പപ്പ. മമ്മ, പപ്പയ്ക്ക് ജീവനുണ്ട്, പപ്പയ്ക്ക് ജീവനുണ്ട്, അത് പിടിക്കും മമ്മ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അവർ അയാളെ താങ്ങി പിടിച്ച് കാറിൽ കയറ്റി. കാർ അതിവേഗത്തിൽ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു. ഇല്ല, ഞാൻ തെറ്റ് ചെയ്തില്ല. പപ്പ എന്നോട് തെറ്റ് ചെയ്തു. ഒരു മകളോട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. ഞാൻ പ്രതികരിച്ചു. എന്നോട് തെറ്റ് ചെയ്തയാളെ ഞാൻ ശിക്ഷിച്ചു. ഇരുട്ടായത് നന്നായി. എൻ്റെ പപ്പയുടെ മുഖം എനിക്ക് കാണേണ്ടി വന്നില്ലല്ലോ. ഇരുട്ടായത് നന്നായി. പവിത്ര കാർ ഓടിക്കുന്നതിനിടെ ചിന്തിച്ചു. അവളുടെ മനസ്സ് വീണ്ടും മരവിച്ചു. മുഖവും അതേ ഭാവം പൂണ്ടു. കണ്ണീര് കവിളിൽ ഉണങ്ങിപ്പിടിച്ചു. അടുക്കളയിൽ തെന്നി വീണതാണ്. ഹോസ്പിറ്റലിലെ അത്യാഹിത വിഭാഗത്തിൽ അവൾ ഇങ്ങനെ പറഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ പവിത്രയും അമ്മയും കാത്തിരുന്നു. മമ്മ തല കുനിച്ചിരുന്ന് തേങ്ങിക്കൊണ്ടിരുന്നു. പവിത്രയുടെ മനസ്സിലെ മരവിപ്പ് പതുക്കെ അലിഞ്ഞില്ലാതെയായി. അവളുടെ കണ്ണുകൾ അറിയാതെ വീണ്ടും ഒഴുകിക്കൊണ്ടിരുന്നു. അവൾ എഴുന്നേറ്റ് വരാന്തയുടെ കുറച്ചു ദൂരെ ചുവരും ചാരി നിന്നു. ഞാൻ ചെയ്തത് തെറ്റാണോ? അങ്ങനെയല്ലേ ഞാനിപ്പോൾ ചെയ്യേണ്ടത്? എൻ്റെ പൊന്നു പപ്പയല്ലേ ഞാൻ അത്രത്തോളം സ്നേഹിച്ച എൻ്റെ പപ്പ. ആ പപ്പ ഞാൻ. അവളുടെ മനസ്സ് ചോദ്യങ്ങൾ കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരുന്നു. മണിക്കൂറുകൾ 3-4 കടന്നുപോയി. ആരാ പവിത്ര? ഒരു നേഴ്സ് വന്ന് ചോദിച്ചു. പവിത്ര തിരിഞ്ഞു നിന്ന് ഓടിച്ചെന്നു. മമ്മ വേഗത്തിൽ എഴുന്നേറ്റ് നേഴ്സിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്തായി മോളെ? സർജറി കഴിഞ്ഞു, ബാക്കി ഡോക്ടർ പറയും. പവിത്രയോട് ഡോക്ടറെ കാണാൻ പറഞ്ഞു. പവിത്ര നേഴ്സിൻ്റെ കൂടെ പോവാൻ തുടങ്ങി. മമ്മയും കൂടെ പോവാൻ നോക്കി. പവിത്ര മാത്രം മതി കേട്ടോ, നേഴ്സ് പറഞ്ഞു. മമ്മ ഇവിടെ ഇരുന്നോളൂ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. സത്യദാസിൻ്റെ മകൾ ആണല്ലേ? ഡോക്ടർ ചോദിച്ചു. അതെ. എന്തായി ഡോക്ടർ, പപ്പയ്ക്ക് എങ്ങനെയുണ്ട്? പവിത്ര അടഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. സർജറി കഴിഞ്ഞു, പക്ഷേ. പവിത്ര മുഖമുയർത്തി ഡോക്ടറെ നോക്കി. സത്യദാസിന് എന്തു പറ്റിയതാണെന്നാണ് പറഞ്ഞത്? ഡോക്ടർ ചോദിച്ചു. അയാളുടെ മുഖം വല്ലാതെ മാറിയിരുന്നു. അടുക്കളയിലേക്ക് വെള്ളമെടുക്കാൻ വന്നതാ. നിലത്ത് തൂവിക്കിടന്നിരുന്ന ഓയിൽ ചവിട്ടി തെന്നി വീണതാണെന്നാണ് തോന്നുന്നത്. ശബ്ദം കേട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ വീണ് കിടക്കുന്നതാണ് കണ്ടത്. പവിത്ര താഴേക്ക് നോക്കി പറഞ്ഞു. പവിത്ര, ഞാനൊരു ഡോക്ടറാണ്, വെറും ഡോക്ടറല്ല. ഈ നഗരത്തിലെ ഏറ്റവും മികച്ചൊരു സർജനാണെന്നാണ് ജനസംസാരം. എനിക്കൊരു രോഗിയെ കണ്ടാൽ അറിയാം എങ്ങനെയാണെന്ന്. ഓരോ മുറിവും കണ്ടാൽ അറിയാം അതെങ്ങനെ ഉണ്ടായി എന്ന്. സത്യം പറയൂ, എന്താണ് ഉണ്ടായത്? അല്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും, ഡോക്ടർ പറഞ്ഞു. പവിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു. ചെറിയൊരു ഭയം മുഖത്ത് വിരിഞ്ഞു. അവൾ വിരലുകൾ കൂട്ടിയുരുമ്മി താഴേക്ക് നോക്കി നിന്ന് തേങ്ങി. പവിത്ര, വ്യവസായി സത്യദാസൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ ഒരാൾ കൂടിയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒന്നുകിൽ ആത്മഹത്യയ്ക്കുള്ള ശ്രമമായിരിക്കണം. അതായത് ഒരു പ്രാവശ്യം വീണു, വീണ്ടും എഴുന്നേറ്റ് വീണ്ടും വീണുകൊണ്ടുള്ള ഒരു അപൂർവമായ ഒരു ആത്മഹത്യാ ശ്രമം. അങ്ങനെ ഒരു ശ്രമം തലയ്ക്ക് സ്ഥിരതയുള്ള ഒരാൾ ഒരിക്കലും ചെയ്യില്ല. ഡോക്ടർ പതുക്കെ ചിരിച്ചു. പവിത്ര കണ്ണു വെട്ടിച്ച് അയാളെ നോക്കി. സാധാരണ ഇങ്ങനെ സംശയം തോന്നുന്ന കേസുകൾ ഞങ്ങൾ പോലീസിനെ അറിയിച്ച ശേഷം മാത്രമേ ചികിത്സിക്കൂ. സത്യദാസ് എൻ്റെ സുഹൃത്തായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് നേരിട്ട് ചോദിച്ചറിയാം എന്ന് വെച്ചത്. പറയൂ പവിത്ര, എന്താണ് ഉണ്ടായത്? നിങ്ങൾ എന്തിനാണ് അച്ഛനെ കൊല്ലാൻ നോക്കിയത്? ഡോക്ടർ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഡോക്ടർ, ഞാൻ അവൾ അയാളുടെ ദേഹത്തേക്ക് വീണു. നെഞ്ചിൽ മുഖം പൂഴ്ത്തി കരഞ്ഞു. ആ കരച്ചിലിൽ അവളെല്ലാം തുറന്നു പറഞ്ഞു. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ഡോക്ടർ എല്ലാം കേട്ടു. അയാൾ
അവളെ കസേരയിൽ കൊണ്ടുചെന്നിരുത്തി. സത്യദാസ് അയാൾ ഇങ്ങനെ ഒരാളായിരുന്നോ? ഞങ്ങളുടെ വൈകുന്നേര കൂട്ടായ്മകളിൽ മുഴുവൻ മകളും ഭാര്യയും കുടുംബവും മാത്രമായിരുന്നു അയാളുടെ സംസാര വിഷയം. നിങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ 1000 നാവായിരുന്നു അയാൾക്ക്. എന്നിട്ടും ഛേ! ഡോക്ടറുടെ നെറ്റി ചുളിഞ്ഞു. പവിത്ര അപ്പോഴും തേങ്ങിക്കൊണ്ടിരുന്നു. പവിത്ര, ഇതിനു മുൻപ് പപ്പയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതോ ആദ്യമായിട്ടാണോ? പവിത്ര തലയാട്ടി. ഇല്ല ഡോക്ടർ, ഇത് ആദ്യത്തെ അനുഭവമാണ്. പക്ഷേ എന്നോടുള്ള പപ്പയുടെ സ്നേഹപ്രകടനങ്ങളിലും മറ്റുമൊക്കെ എനിക്കിപ്പോൾ സംശയം തോന്നുന്നുണ്ട് ഡോക്ടർ. ഞാൻ ചൂഷണം ചെയ്യപ്പെടുകയായിരുന്നോ എന്നൊരു തോന്നൽ. പവിത്ര വിതുമ്പി. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല കുട്ടി. സത്യദാസിൽ നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി. എൻ്റെ തല പോലും കുനിഞ്ഞു പോകുന്നു. ഡോക്ടർ, പപ്പയ്ക്ക്? പവിത്ര പതുക്കെ ചോദിച്ചു. പവിത്ര അടിയേറ്റ് നട്ടലിന് താഴെ മുറിഞ്ഞ് കഷ്ണങ്ങളായിട്ടുണ്ട്. പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. സത്യദാസിനി എഴുന്നേറ്റ് നടക്കില്ല ഒരിക്കലും. ഡോക്ടർ മടിച്ചു പറഞ്ഞു. പവിത്രയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. തുറിച്ചു വന്ന കണ്ണുകളിൽ വീണ്ടും വെള്ളം നിറഞ്ഞു. പപ്പയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ, പവിത്ര പറഞ്ഞു. അതെ, എന്നെ ക്ഷണിച്ചിരുന്നു. വരാനിറങ്ങിയതാ ഒരു എമർജൻസി സർജറി കേസ് വന്നു. പിന്നെ വരാൻ പറ്റിയില്ല. പപ്പ അന്ന് നന്നായി കുടിച്ചിരുന്നു. സാധാരണ പപ്പയുടെ ബർത്ത്ഡേകളൊന്നും ഞാനും അമ്മയും പപ്പയും മാത്രമാണ് ആഘോഷിച്ചിരുന്നത്. 50-ാം വയസ്സ് നന്നായി ആഘോഷിക്കണമെന്ന് പപ്പ നിർബന്ധം പിടിച്ചതാ. കുടിച്ച് ലഹരിയിൽ ആറാടി ഉറക്കെ പാടും സംസാരവും ഒക്കെ കേട്ടിരുന്നു. എനിക്കതൊന്നും ഇഷ്ടമല്ലാത്തത് ഞാൻ നേരത്തെ പോയി കിടന്നു. ഉറക്കത്തിൽ ശരീരത്തിലൂടെ എന്തോ ഇഴയുന്നതായി അനുഭവപ്പെട്ടപ്പോൾ കള്ളനാണെന്ന് ആദ്യം കരുതിയത്. പക്ഷേ അവളൊന്ന് ഉറക്കെ വിതുമ്പി. ഡോക്ടർ, ഞാൻ തെറ്റ് ചെയ്തോ? എനിക്കൊന്നും അറിയില്ല. ഞാനിനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എൻ്റെ പപ്പയെ ജീവച്ഛവമാക്കാൻ മാത്രമുള്ള തെറ്റ് പപ്പ എന്നോട് ചെയ്തോ? ഇങ്ങനെ ഒരു ക്രൂരത ഞാൻ പപ്പയോട് ചെയ്തല്ലോ. എൻ്റെ ജീവനായിരുന്നു എൻ്റെ പപ്പ, പവിത്ര ചോദിച്ചു. ഡോക്ടർ പതുക്കെ ചിരിച്ചു. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല പവിത്ര. നിങ്ങൾ ചെയ്തത് തന്നെയാണ് ശരി. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? സ്വന്തം അച്ഛന് വഴങ്ങിക്കൊടുക്കണമായിരുന്നോ? അങ്ങനെ ഡോക്ടർ പാതി വഴിയിൽ നിർത്തി അവജ്ഞയോടെ മുഖം തിരിച്ചു. ഒരു കാര്യത്തിൽ നിങ്ങൾ ഭാഗ്യവതിയാണ് പവിത്ര. നിങ്ങൾക്ക് അച്ഛൻ്റെ മുഖം കാണേണ്ടി വന്നില്ലല്ലോ, ഡോക്ടർ പറഞ്ഞു. അതെ, എനിക്കെൻ്റെ പപ്പയുടെ വൃത്തികെട്ട മുഖം കാണേണ്ടി വന്നില്ലല്ലോ, അവൾ ഉള്ളിൽ പിറുപിറുത്തു. പവിത്ര, പപ്പയിൽ ഇനിയൊരു ചികിത്സയ്ക്ക് സാധ്യതയില്ല. ഒരിക്കലും ഇനി എഴുന്നേറ്റ് നടക്കില്ല. അതുകൊണ്ട് കൂടുതൽ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങുന്നത് കൊണ്ട് ഗുണമൊന്നും കിട്ടില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഡോക്ടർമാർക്ക് സംശയവും തോന്നാം. കുറേ പണവും നഷ്ടമാകും. അതുകൊണ്ട് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്താൽ വീട്ടിൽ കൊണ്ടുപോയി നന്നായി പരിചരിക്കുക. ഇതുവരെ എങ്ങനെ നിങ്ങൾ പപ്പയെ സ്നേഹിച്ചു കൊണ്ടിരുന്നുവോ അതുപോലെയൊക്കെ ഇനിയും സ്നേഹിക്കുക. പപ്പ ഇതൊരിക്കലും പുറത്ത് പറയില്ല. ഞാനൊരു ഡോക്ടറാണ്, അതുകൊണ്ട് എന്നെയും വിശ്വസിക്കാം. പക്ഷേ നിങ്ങൾ? പവിത്ര നിറഞ്ഞ കണ്ണുകളോടെ അയാളെ നോക്കി. ഇല്ല ഡോക്ടർ, ഞാൻ ഒരിക്കലും എൻ്റെ പപ്പയെ മറ്റുള്ളവരുടെ മുന്നിൽ മാനം കെടുത്തില്ല. ഇനി എന്തിനാ? പപ്പ എന്നോട് ചെയ്ത പൊറുക്കാത്ത തെറ്റിന് ഞാൻ ജീവിതകാലം മുഴുവൻ അനുഭവിക്കാനുള്ള ശിക്ഷ നൽകിയില്ലേ? ഇനി എന്തിനാ ഞാൻ എൻ്റെ പൊന്നു പപ്പയെ ശിക്ഷിക്കുന്നത്? അവൾ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റോടി. പവിത്ര, ഡോക്ടർ വിളിച്ചു. മമ്മയും? അവൾ ഇല്ല എന്ന് തലകുലുക്കി. ചുരിദാർ ഷാൾ കൊണ്ട് കണ്ണുകൾ തുടച്ച് പുറത്തേക്കിറങ്ങി. പതുങ്ങിയുള്ള പപ്പയുടെ കരച്ചിൽ കേട്ടാണ് ഒരു നെടുവീർപ്പോടെ പവിത്ര ഓർമ്മകളിൽ നിന്നുണർന്നത്. അവളുടെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി പിരിഞ്ഞു. പപ്പേ, പവിത്ര പതുക്കെ വിളിച്ചു. അയാൾ പതുക്കെ ഒച്ചയനക്കി. അതിൽ തൊണ്ടയിലെ പതർച്ചയിൽ കരച്ചിൽ അലിഞ്ഞു ചേർന്നു. പപ്പയും ആ ദിവസത്തെ ഓർത്തു പോയല്ലേ? പവിത്ര ചോദിച്ചു. അയാൾ ഒന്നും മിണ്ടിയില്ല. ഒരു നെടുവീർപ്പ് മാത്രം കേട്ടു. പപ്പ, ഒരു കാര്യം ചോദിക്കട്ടെ? ഞാൻ ഇതുവരെ ചോദിക്കാത്ത ഒരു കാര്യം. അയാൾ അതിന് മറുപടിയായി പതുക്കെ മൂളി. എന്നാൽ പപ്പ അങ്ങോട്ട് ചെരിഞ്ഞു കിടക്ക്. എൻ്റെ മുഖം പപ്പ കാണണ്ട. പപ്പയ്ക്ക് എൻ്റെ മുഖവും കാണണ്ടല്ലോ. നമുക്ക് 2 പേർക്ക് സഹിക്കില്ല, പവിത്ര പറഞ്ഞു. അയാൾ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. പവിത്ര അയാളെ ഇറുക്കി പുണർന്നു. പപ്പയ്ക്കന്ന് എന്താ പറ്റിയത്? എന്താ എന്നോട് അങ്ങനെ തോന്നാൻ? പവിത്ര അയാളുടെ ചെവിയിൽ പതുക്കെ ചോദിച്ചു. ഒരു ഉറക്കെയുള്ള തേങ്ങൽ മാത്രമായിരുന്നു അയാളുടെ മറുപടി. അതോടെ പവിത്രയുടെ കണ്ണുകളും ഈറനണിഞ്ഞു. അവൾ ഒന്നുകൂടി അയാളെ മുറുക്കി കെട്ടിപ്പിടിച്ചു. പപ്പ, ഐ ലവ് യു. എനിക്കിപ്പോഴും എന്തിഷ്ടമാണെന്നോ പപ്പയെ? പവിത്ര ചിരിച്ചു. പപ്പയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്നെ വെറുക്കുന്നുണ്ടോ? എന്തിന്? അയാൾ കരച്ചിലിനിടയിൽ ചോദിച്ചു. അവൾ ചിരിച്ചു. പപ്പയോട് ഞാൻ ക്രൂരത കാണിച്ചു എന്ന് തോന്നുന്നുണ്ടോ? അയാൾ മിണ്ടിയില്ല. പകരം ഒന്ന് ഏങ്ങലടിച്ചു. പപ്പയ്ക്ക് ചെയ്തു പോയതിൽ കുറ്റബോധമുണ്ടോ? എൻ്റെ തെറ്റാണ്. ആ നശിച്ച നിമിഷത്തെ ഞാൻ വെറുക്കുന്നു. അയാൾ കരച്ചിലടക്കാൻ പാടുപെട്ടു. പപ്പ എന്നെ സ്നേഹിക്കുന്നില്ല ഇപ്പോഴും?
പവിത്ര ഉറക്കെ കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. അയാൾ വളരെ പ്രയാസപ്പെട്ട് തിരിഞ്ഞു കിടന്നു. അവളുടെ മുഖത്തേക്ക് കുറച്ചുനേരം നോക്കി നിന്നു. അവളെ ഇറുക്കി പുണർന്നു. കണ്ണീർ ധാരയായി ഒഴുകിയിറങ്ങി. മതി മോളെ, ഇനിയും എനിക്ക് വയ്യ. ഞാൻ ചെയ്ത പൊറുക്കാൻ പറ്റാത്ത തെറ്റിന് നീ തന്ന ശിക്ഷയിൽ ഞാൻ തൃപ്തനാണ്. ഇനിയും എന്നെ ഓരോന്ന് പറഞ്ഞ് ഐ ലവ് യു പവി, ഐ ലവ് യു. അവർ പരസ്പരം ഇറുകെ പുണർന്നു. അമർത്തിപ്പിടിച്ച് പൊട്ടിക്കരച്ചിലുകൾ ആ മുറിയിൽ മാത്രം ഒതുങ്ങി മുഴങ്ങി. പവിത്ര, നീ കുളിക്കുന്നില്ലേ? അടുക്കളയിൽ നിന്ന് മമ്മ ഉറക്കെ വിളിച്ചു. ദാ വരുന്നു മമ്മ. അവൾ കണ്ണുകൾ തുടച്ച് ഇറങ്ങി നടന്നു. ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു. എൻ്റെ പപ്പയാണ്, എൻ്റെ സ്വന്തം പപ്പ, അവൾ ആരോടുന്നില്ലാതെ പറഞ്ഞു. ആ അച്ഛനും മകളും ജീവിക്കട്ടെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.